See, operating cycle of working capital or working capital cycle. Clear? എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ? വളരെ സിമ്പിളായിട്ടൊരു ടോപ്പിക്കാണ്. അതിന് ഞാൻ ആദ്യം ഒന്ന് മീനിങ് പറയാം. എന്താണ് ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഈസ് ദ ടൈം ടേക്കൺ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു കൺവേർട്ട് ക്യാഷ് എംപ്ലോയിഡ് ഇൻ ടു ഓപ്പറേഷൻ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ അകത്ത് നമ്മൾ ക്യാഷ് ഉപയോഗിക്കുന്നു ഇൻ ടു ഓപ്പറേഷൻ. അത് മാനുഫാക്ചറിങ് ആകാം, ഉൽപ്പാദനമാകാം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കച്ചവട സ്ഥാപനങ്ങളാകാം, വാട്ട് എവർ ഇറ്റ് മേ ബി. നമ്മൾ ക്യാഷ് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നു, നമ്മൾ ക്യാഷ് ബിസിനസ്സിൽ കൊണ്ടുവരുന്നു. അതാണ് ക്യാഷ് എംപ്ലോയിഡ് ഇൻ ടു ഓപ്പറേഷൻ. ഇവിടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആകാം, ട്രേഡിംഗ് ആകാം, വാട്ട് എവർ ഇറ്റ് മേ ബി. എംപ്ലോയിഡ് ടു ഓപ്പറേഷൻ ബാക്ക് ഇൻ ടു ക്യാഷ്. നമ്മൾ ക്യാഷ് ബിസിനസ്സിൽ കൊണ്ടുവന്നാൽ തിരിച്ച് നമുക്ക് ആ ക്യാഷ് കിട്ടണം. ആ ടൈമിന് അപ്പോൾ ഏത് സമയത്ത് നമ്മൾ ക്യാഷ് കൊണ്ടുവരുന്നു, തിരിച്ച് നമുക്ക് ആ ക്യാഷ് എപ്പോഴാണ് കിട്ടുക, ദാറ്റ് ടൈം ഈസ് കോൾഡ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു ക്യാഷ് ഉപയോഗിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ അകത്ത് ഒരുപാട് കറണ്ട് അസറ്റ്സ് കൊണ്ടുവരുന്നു. ആ കറണ്ട് അസറ്റ്സിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ക്യാഷ് ജനറേറ്റ് ചെയ്യണം. ആ ഒരു സൈക്കിൾ, ആ പറയുന്ന ക്യാഷിൽ നിന്നും തിരിച്ച് നമുക്ക് ക്യാഷ് കിട്ടാനുള്ള ആ ഒരു ആവറേജ് ടൈം, ആ ഒരു ശരാശരി സമയത്തിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓർ ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഷോസ് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാഷ്, നമ്മൾ ബിസിനസ്സിലോട്ട് ക്യാഷ് കൊണ്ടുവരുന്നു, ആൻഡ് ദ റിയലൈസേഷൻ ഓഫ് ക്യാഷ്, നമുക്ക് തിരിച്ച് എപ്പോഴാണ് ഈ ക്യാഷ് കിട്ടുക, ഈ ടൈം ഗ്യാപ്പ് എപ്പോഴാണ് കിട്ടുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ, ഇപ്പോൾ സ്ട്രീറ്റ് സ്റ്റോൾ ട്രേഡേഴ്സ്, കച്ചവടങ്ങളൊക്കെ ഉണ്ട്, തട്ടുകടകളൊക്കെ ഉണ്ടാവും. അവർ വൈകുന്നേരത്ത് ഒരു 5 o'clock, ഒരു 5 മണിക്ക് വരുന്നു, 5 o'clock വരുന്നു, 5 മണിക്ക് വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, അവർ 8 മണിയാകുമ്പോൾ അവരുടെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, വളരെ പെട്ടെന്ന് അവർ ക്യാഷ് ബിസിനസ്സിൽ കൊണ്ടുവരുന്നു, തിരിച്ച് വളരെ പെട്ടെന്ന് അവർക്ക് ക്യാഷ് അവർക്ക് റിയലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ടൈം ഗ്യാപ്പ് എന്ന് വളരെ കുറവാണ്, ആസ് ഇൻ ദ കേസ് ഓഫ് സ്ട്രീറ്റ് സ്റ്റാൾ ട്രേഡേഴ്സ്. വേറെ ഇൻ ദ കേസ് ഓഫ് എ കാർ മാനുഫാക്ചറിംഗ് കമ്പനി, കാർ മാനുഫാക്ചറിംഗ് കമ്പനി അങ്ങനെയാണോ, ഇന്ന് കാർ ഉണ്ടാക്കിയാൽ ഇന്ന് തന്നെ വെക്കൂ? അല്ല, അവിടെ ബിസിനസ്സിലോട്ട് ക്യാഷ് കൊണ്ടുവരുന്നു, ആ ക്യാഷ് റിയലൈസേഷൻ കുറച്ച് ടൈം എടുക്കും. പറഞ്ഞു വന്നത്, ആ ടൈം ഗ്യാപ്പ്, നമ്മൾ ബിസിനസ്സിലോട്ട് ക്യാഷ് കൊണ്ടുവന്ന് തിരിച്ച് നമുക്ക് ആ ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ എത്രയാണോ ടൈം ഗ്യാപ്പ് എടുക്കുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ദ ടൈം ടേക്കൺ ടു കൺവേർട്ട് ക്യാഷ് എംപ്ലോയിഡ് ഇൻ ടു ഓപ്പറേഷൻ, ക്യാഷ് നമ്മൾ ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്നു, ബാക്ക് ഇൻ ടു ക്യാഷ്, തിരിച്ച് നമുക്ക് ക്യാഷ് എപ്പോൾ കിട്ടും. നോക്കൂ, ടൈം ടേക്കൺ ടു കൺവേർട്ട് ക്യാഷ് എംപ്ലോയിഡ് ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്നു, ബാക്ക്, തിരിച്ചപ്പോൾ ക്യാഷ് കിട്ടും. എംപ്ലോയിഡ് ഇൻ ടു ഓപ്പറേഷൻ, ബാക്ക് ഇൻ ടു ക്യാഷ്. അപ്പോൾ കാശ് കൊണ്ടുവന്ന് തിരിച്ച് നമുക്ക് ആ ക്യാഷ് എപ്പോഴാണോ കിട്ടുക, ആ ശരാശരി സമയത്തിനെ, ആ ടൈമിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ, അല്ലെങ്കിൽ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാഷ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എംപ്ലോയ്മെന്റ്, നമ്മൾ ക്യാഷ് കൊണ്ടുവരിക, എംപ്ലോയിഡ് ബിസിനസ്സിൽ ക്യാഷ് കൊണ്ടുവരുന്നു, ആൻഡ് ദ റിയലൈസേഷൻ ഓഫ് ക്യാഷ്, നമുക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഈ ടൈമിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന സൈക്കിളിനെ ഈ സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാഷിനെ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന ആ സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. മീൻസ് അതിൻ്റെ ഒരു ചാർട്ടും കൂടെ പറഞ്ഞുതരാം, അതാണ് കുറച്ചും കൂടെ സിമ്പിളായിട്ട് മനസ്സിലാവുക. ഇത് തിയറിറ്റിക്കൽ മീനിങ് ആണ്, ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്ലോ ചാർട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ബിസിനസ്സിലോ എന്താ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ബിസിനസ്സിലോട്ട് ആദ്യം എന്ത് കൊണ്ടുവരും, ക്യാഷ് കൊണ്ടുവരും. വെരി ഗുഡ്, എംപ്ലോയിഡ് ക്യാഷ്. അപ്പോൾ ബിസിനസ്സിലോട്ട് ക്യാഷ് കൊണ്ടുവന്നു. ഈ ക്യാഷ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ക്യാഷ് ഉപയോഗിച്ച് റോ മെറ്റീരിയൽസ് വാങ്ങിക്കാം. റൈറ്റിംഗ് റോ മെറ്റീരിയൽസ്, ഞാൻ മുഴുവനായിട്ട് എഴുതുന്നില്ല, ഓക്കെ, എഴുതാം. റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ് വാങ്ങിക്കും. ഓക്കെ, അപ്പോൾ ക്യാഷ് ഉപയോഗിച്ച് റോ മെറ്റീരിയൽസ് വാങ്ങിച്ചു. അപ്പോൾ ക്യാഷ് ഇപ്പം എന്തായി മാറി, റോ മെറ്റീരിയൽസ് ആയി. ആ റോ മെറ്റീരിയൽസിനെ പ്രോസസ്സ് ചെയ്യും അല്ലേ, റോ മെറ്റീരിയൽസിനെ പ്രോസസ്സ് ചെയ്താൽ കിട്ടുന്നതാണ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓക്കെ, വർക്ക് ഇൻ പ്രോഗ്രസ്. റോ മെറ്റീരിയൽസിനെ പ്രോസസ്സ് ചെയ്യുമ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്, അതാണ് വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് പ്രോസസ്സൊക്കെ നടന്ന് അതെന്തായി മാറുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറുന്നു, ഉൽപ്പന്നമായിട്ട് മാറുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ്. ക്ലിയർ? ഈ ഫിനിഷ്ഡ് ഗുഡ്സിനെ നമ്മൾ എന്ത് ചെയ്യും, വിൽക്കുന്നു, സെയിൽസ്, വിൽക്കുന്നു. ക്ലിയർ?
വിൽക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ വെക്കാം അല്ലെ. ക്യാഷിന് വിറ്റാൽ എന്ത് കിട്ടുന്നു? ക്യാഷിനാണ് വിറ്റെങ്കിൽ എന്ത് കിട്ടുന്നു? ക്യാഷ് കിട്ടുന്നു. എന്നാൽ കടത്തിനാണ് വെക്കണമെങ്കിലോ ഡെറ്റേഴ്സ് അല്ലെ, നമുക്ക് പൈസ തരാൻ ഡെറ്റേഴ്സ് വരും. ഡെറ്റേഴ്സിന്റെ എന്ത് കിട്ടുന്നു? ക്യാഷ് കിട്ടുന്നു. നോക്കൂ ഈ സൈക്കിൾ ഒന്ന് നോക്കൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്. ക്യാഷ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു റോ മെറ്റീരിയൽസ്. അതിനെ റോ മെറ്റീരിയൽസ് ആക്കുന്നു. റോ മെറ്റീരിയൽസിനെ പിടിച്ച് എന്താക്കുന്നു? വർക്ക് ഇൻ പ്രോഗ്രസ് ആക്കുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ് എന്തായി മാറുന്നു? ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറുന്നു. ഫിനിഷ്ഡ് ഗുഡ്സിനെ എന്ത് ചെയ്യുന്നു? സെയിൽസ് നടത്തുന്നു, വിൽക്കുന്നു. വിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ക്യാഷ് ജനറേറ്റ് ചെയ്യും. ഇവിടെ വെച്ച് നമുക്ക് ക്യാഷിനാണ് വെക്കണമെങ്കിൽ ക്യാഷ് ജനറേറ്റ് ചെയ്തു. അപ്പൊ സൈക്കിൾ കഴിഞ്ഞു. അപ്പൊ സൈക്കിൾ ഇങ്ങനെ വന്നു, ഈ പറയുന്ന പ്രോസസ് കംപ്ലീറ്റ് ആയി. പക്ഷെ കടത്തിനാണ് വെക്കുകയാണെങ്കിൽ എന്താ വരിക? ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിന് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. അപ്പോൾ ഈ പറയുന്ന ഈ സൈക്കിൾ, അതായത് ക്യാഷിൽ നിന്നും ക്യാഷ് ജനറേറ്റ് ചെയ്യാനുള്ള ഈ ലെങ്ത് അല്ലെങ്കിൽ ഈ കാലയളവിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഒരു കൂടെ പറയാം. ക്യാഷ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു റോ മെറ്റീരിയൽസ്. വളരെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഒരു ഹോട്ടലിൽ ക്യാഷ് കൊണ്ട് പൈസ കൊണ്ട് ഫോർ എക്സാമ്പിൾ മൈദാമാവ് വാങ്ങിക്കുന്നു. റോ മെറ്റീരിയൽസ് മൈദാമാവ്. ജസ്റ്റ് ഇമാജിൻ ക്യാഷ് ഉപയോഗിച്ച് മൈദാമാവ് വാങ്ങിക്കുന്നു. ക്ലിയർ? ഓക്കെ, മൈദാമാവിനെ കുഴച്ച് അതിനെയൊക്കെ ഒരു ബോൾ ആക്കി ഉണ്ടയാക്കി വെക്കുന്നു. എന്തിനാണെന്ന് അറിയാലോ അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലേ. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? അതിനെ നേരെ എന്തായി മാറി? പൊറോട്ട. ഓക്കെ, വെരി ഗുഡ്, പൊറോട്ട. സോ പറഞ്ഞോളൂ, ക്യാഷ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു മൈദാമാവ്. ഓക്കെ, മാവ്. ഇറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ബോൾ, ഉണ്ട. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പൊറോട്ട. ഓക്കെ, ഇവിടെ പൊറോട്ട. ഇനി പൊറോട്ട എന്ത് ചെയ്യണം? പൊറോട്ടയെ വിൽക്കുന്നു. എങ്ങനെയൊക്കെ വിൽക്കാം? കാശിനാണ് വിൽക്കണമെങ്കിൽ ആ ക്യാഷ് കിട്ടും. എങ്ങനെ ആ ക്യാഷ് ഉപയോഗിച്ച് റോ മെറ്റീരിയൽസ് വാങ്ങി ഇങ്ങനെ. കടത്തിനാണ് വെക്കണമെങ്കിൽ ഡെറ്റേഴ്സ്. ഓക്കെ, ആർക്കാണോ പൊറോട്ട കടത്തിന് വിറ്റ് അവർ ഡെറ്റേഴ്സ് ആണ്, അവിടെ നമുക്ക് കാശ് വാങ്ങിക്കാം. എഗെയിൻ ക്യാഷ് ജനറേറ്റ് ചെയ്യും. അപ്പം യു ആർ എംപ്ലോയിങ് ഓർ യു ആർ ഇൻട്രൊഡ്യൂസിങ് ക്യാഷ് ഇൻ ടു ദ ബിസിനസ്. ബിസിനസ്സിലോട്ട് ക്യാഷ് കൊണ്ടുവന്ന് തിരിച്ച് ഈ പ്രോസസ്സിലൂടെ നമുക്ക് ക്യാഷ് കിട്ടുന്നു. ദാറ്റ് ഈസ് കോൾഡ് ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. സോ വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ? ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ to convert the cash employed into business and back into cash. നമ്മുടെ ക്യാഷിനെ നമ്മൾ ബിസിനസ്സിൽ കൊണ്ടുവന്ന് തിരിച്ച് നമുക്ക് ക്യാഷ് കിട്ടാനുള്ള ആ ഒരു ടൈമിംഗ് ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു പീരീഡിനെ വിളിക്കുന്ന പേരാണ് എന്ത് സൈക്കിൾ? ഇറ്റ് ഈസ് കാൾഡ് ദി ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്നും വിളിക്കാം. അപ്പൊ അതിന്റെ ലെങ്ത് എങ്ങനെ നോക്കിയോളൂ, പറഞ്ഞോളൂ. ക്യാഷ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു റോ മെറ്റീരിയൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ് into finished goods into sales അല്ലെ. സെയിൽസ് പിന്നെ എന്തായി മാറുന്നു? സെയിൽസ് ഒന്നില്ലെങ്കിൽ ക്യാഷ് ആയി മാറുന്നു, അല്ലെങ്കിൽ എന്തായി മാറുന്നു? ഡെറ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് റിസീവബിൾ, എങ്ങനെ വേണമെങ്കിൽ പറയാം, ഡെറ്റേഴ്സ് ഇൻ ടു ക്യാഷ്. അപ്പോൾ ഈ ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ബിസിനസ് ഒക്കെ ഇത് വളരെ സ്പീഡിലായിരിക്കും. അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകും, റോ മെറ്റീരിയൽസ് വാങ്ങിക്കും, പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കും. പക്ഷേ എല്ലാ ബിസിനസ്സും അങ്ങനെ ആകണമെന്നില്ല. വലിയ വലിയ മാനുഫാക്ചറിങ് സ്ഥാപനങ്ങളിലെല്ലാം ഈ പറയുന്ന സൈക്കിൾ ഇതിന്റെ ലെങ്ത് മാറും. ചിലപ്പോൾ ക്യാഷ് ഉപയോഗിച്ച് റോ മെറ്റീരിയൽസ് വാങ്ങിക്കും, വളരെ പെട്ടെന്ന് വാങ്ങിക്കും. പക്ഷേ ഇവിടെ പ്രോസസ്സ് ചിലപ്പോൾ വൈകിയേ നടക്കുള്ളൂ. അവിടെ പതുക്കെ പ്രോസസ്സൊക്കെ നടന്ന് ചിലപ്പോൾ 1-2 വർഷങ്ങളാകും ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെ ആകണമെങ്കിൽ. ഫിനിഷ്ഡ് ഗുഡ്സ് ചിലപ്പോൾ സെയിൽസ് ആകാൻ ചിലപ്പോൾ ടൈം എടുക്കും. ചിലപ്പോൾ ക്യാഷ് ആയിട്ട് വളരെ പെട്ടെന്ന് വെക്കും, ചിലപ്പോൾ കുറേ കടത്തിൽ വെക്കും. അപ്പോൾ ഈ പറയുന്ന ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള കാലയളവ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ബിസിനസ്. അത് ബിസിനസിന്റെ സ്വഭാവം പോലെ ഇരിക്കും. ചെറിയ ബിസിനസ് ഒക്കെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് ഈ സൈക്കിൾ ഇങ്ങനെ ഫ്ലോ ആകും. എന്നാൽ വലിയ ബിസിനസ് ഒക്കെ ആകുമ്പോൾ ടൈം എടുക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ബിസിനസിന്റെ അകത്ത് ക്യാഷ് കൊണ്ടുവന്ന് ക്യാഷ് തിരിച്ചെടുക്കാനുള്ള ആ ഒരു ടൈം ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, ഓർ ഇറ്റ് ഈസ് ദ ടൈം ഗ്യാപ്പ്. വെരി ഗുഡ്. ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ഏതൊക്കെയാണ് ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ? ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാഷ്, നമ്മൾ ക്യാഷ് കൊണ്ടുവന്നു, അങ്ങനെ ക്യാഷ് കൊണ്ടുവന്ന് തിരിച്ചെന്താണ്? റിയലൈസേഷൻ ഓഫ് ക്യാഷ്, നമ്മൾ വിറ്റ് അതിന്റെ പൈസ എടുക്കുന്നു. റിയലൈസേഷൻ ഓഫ് ക്യാഷ്, ആ വേർഡ് മറക്കണ്ട. ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാഷ്, റിയലൈസേഷൻ ഓഫ് ക്യാഷ്. അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് എത്രത്തോളമാണ്? ആ ഗ്യാപ്പ് എത്രത്തോളമാണ്? ദാറ്റ് ഈസ് കോൾഡ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അല്ലെങ്കിൽ ഈ ക്യാഷിൽ നിന്ന് തിരിച്ച് തിരിച്ച് ക്യാഷിലോട്ട് എത്തുന്ന ആ ഒരു സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. ലാസ്റ്റ് ഒന്നും കൂടെ പറയാം. Cash converted into raw materials into work in progress into finished goods. Okay, finished goods into sales എങ്ങനെയാകാം? നേരിട്ട് ക്യാഷിലാകാം, അല്ലെങ്കിൽ ഡെറ്റേഴ്സ് into ക്യാഷ്. ഇതിങ്ങനെ സൈക്ലിക്കൽ പ്രോസസ്സാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്.
വായിച്ച് നോക്കിക്കോളൂ. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്.